നമസ്തേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സുബന്ധത്തിലെ അന്തത്തെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു അല്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ ലിംഗങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ലിംഗങ്ങൾ 3 വിധത്തിലാണ് ഉള്ളത്. ഏതൊക്കെയാണ്? പുല്ലിംഗ, സ്ത്രീലിംഗ, നപുംസകലിംഗ. ഏതൊക്കെയാണ് 3 ലിംഗങ്ങൾ? പുല്ലിംഗ, സ്ത്രീലിംഗ, നപുംസകലിംഗ. ഇവയെ എങ്ങനെ തിരിച്ചറിയാമെന്ന് ഉദാഹരണത്തിലൂടെ നമുക്ക് നോക്കാം. ലിംഗങ്ങളെ എങ്ങനെ തിരിച്ചറിയാം എന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പുല്ലിംഗ, സ്ത്രീലിംഗ, നപുംസകലിംഗ ഇവയുടെ ഉദാഹരണങ്ങൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം പുല്ലിംഗ. സാമാന്യമായിട്ട് എല്ലാ പുരുഷന്മാരുടെ പേരുകളും പുല്ലിംഗത്തിലാണ് വരിക. കൂടാതെ മറ്റു പദങ്ങളും പുല്ലിംഗത്തിൽ വരും. അവയെ കൂടി നമുക്ക് അറിയണം. ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഉദാഹരണത്തിൽ നോക്കാം. ദേവഹ, ദേവൻ പുല്ലിംഗമാണ്. രാമഹ പുല്ലിംഗഃ. കൃഷ്ണഃ പുല്ലിംഗഃ. അതുപോലെ വൃക്ഷഃ പുല്ലിംഗ ശബ്ദമാണ്. നമ്മൾ മറ്റു ഭാഷകളിൽ വൃക്ഷം എന്നത് നപുംസകത്തിലാണ് പെടുക. പക്ഷേ സംസ്കൃതത്തിൽ വൃക്ഷഃ പുല്ലിംഗ ശബ്ദമാണ്. അതേപോലെ വിദ്യാലയഃ, കണ്ഠഃ, കർണഃ, കാകഃ, മയൂരഃ, ഗജഃ, ഹസ്തഃ, നഖഃ, ജനകഃ, സഹോദരഃ. അല്ലെ, ഈ ഉദാഹരണങ്ങളെല്ലാം നോക്കൂ, വിസർഗസഹിത പദങ്ങളാണ് അല്ലെ. അങ്ങനെ വിസർഗസഹിതമായിട്ടുള്ള പദങ്ങളെ കണ്ടാൽ പുല്ലിംഗമാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷേ അങ്ങനെയുള്ള വിസർഗസഹിത പദങ്ങൾ നോക്കുമ്പോൾ 90% മാത്രമേ പുല്ലിംഗം ആവുകയുള്ളൂ. ബാക്കി 10% ചിലപ്പോൾ സ്ത്രീലിംഗമാവാം, നപുംസകലിംഗമാവാം. ഓക്കെ, അപ്പോൾ കൂടുതലും 90% വിസർഗസഹിത പദങ്ങളും പുല്ലിംഗങ്ങളാണ്. ഓക്കെ, അപ്പൊ അതിനുള്ള ഉദാഹരണങ്ങളാണ് ഇവ. ഓക്കെ, ഇനി അടുത്തത് സ്ത്രീലിംഗം. രമ, സീത, അയോധ്യ, നാസിക, പേടിക, കപാടിക, സ്ഥലിക, ദേവി, സരസ്വതി, ലേഖനി, നദി, കൂപ്പി, വാപ്പി. ഇവിടെ നോക്കൂ, സ്ത്രീലിംഗങ്ങളെ തിരിച്ചറിയാൻ ഒന്നോ ആകാരാന്തമായിരിക്കും, അല്ലെങ്കിൽ ഈകാരാന്തം, ദേവി, ഈ എന്നിങ്ങനെ ആകാരാന്തമോ ഈകാരാന്തമോ ആയ പദങ്ങൾ സ്ത്രീലിംഗങ്ങളായിരിക്കും. എന്ന് പറഞ്ഞ മറ്റ് ലിംഗങ്ങൾ ഇല്ല എന്നല്ല. കൂടുതലും ആകാരാന്തവും ഈകാരാന്തവും എന്തായിരിക്കും? സ്ത്രീലിംഗങ്ങൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, നാസിക നോസ് ആണ്. പേടിക പെട്ടി, ബോക്സ്. കപാടിക ഷെൽഫ്. സ്ഥലിക പ്ലേറ്റ്. അതുപോലെ ലേഖനി പെൻ. കൂപ്പി ബോട്ടിൽ. വാപ്പി കുളം. ഓക്കെ, അപ്പൊ ഇവയെല്ലാം ഏത് ലിംഗത്തിലാണ്? സ്ത്രീലിംഗത്തിലാണ്. മനസ്സിലായല്ലോ? ഇവയെ കണ്ടു കഴിഞ്ഞാൽ സ്ത്രീലിംഗങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അതിനുള്ള വഴിയാണ് ആ എന്നോ ഈ എന്നോ അന്തം വരുമ്പോൾ. ഓക്കെ, ഇനി അടുത്തതാണ് ലാസ്റ്റ് ലിംഗം, നപുംസകലിംഗം. സിമ്പിൾ ആണ്, കാരണം അവസാനത്തിൽ അം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. വനം, മുഖം, നയനം, ശരീരം, ക്ഷേത്രം, പുസ്തകം, ഗൃഹം, ജലം, ദൂരദർശനം, ഭവനം, ദ്വാരം, വാതായനം, അന്നം, അക്ഷരം. ഇവയിലെല്ലാം അവസാനം അം എന്നതായതുകൊണ്ട് നമുക്ക് നപുംസകലിംഗമാണ് എന്ന് മനസ്സിലാക്കാം. പക്ഷെ അവിടെയും വരുന്നുണ്ട് ഒരു പ്രശ്നം. എന്താ പ്രശ്നം? ഈ അമ്മെന്ന് മാത്രം കണ്ടു കഴിഞ്ഞാൽ പ്രഥമ വിഭക്തി ഏകവചനത്തിലാണ് ഇവ കാണുകയെങ്കിൽ അവ നപുംസകലിംഗമാണ്. പക്ഷേ ഇതേപോലെയുള്ള അം വരുന്നത് പുല്ലിംഗത്തിന്റെ ദ്വിതീയ വിഭക്തിയിലും കാണും.
അപ്പോൾ അവിടെ നോക്കൂ, ഇവിടെ ദേവഹ ദേവം എന്ന് കണ്ടു കഴിഞ്ഞാല് അത് ദ്വിതീയ വിഭക്തി ആയിരിക്കും. ഓക്കെ, അങ്ങനെ ദ്വിതീയ വിഭക്തിയിൽ അമ്മന്ന് വരുന്ന പദങ്ങൾ ഉണ്ടാവും. പക്ഷെ അവ നപുംസകലിംഗങ്ങൾ ആവില്ല. ഓക്കെ, അപ്പോൾ പ്രഥമ വിഭക്തി ഏകവചനത്തിൽ വരുന്ന ഫോമുകളാണ് നപുംസകലിംഗമായിട്ട് സ്വീകരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവിടെയും നമ്മൾ അമ്മ കണ്ടു കഴിഞ്ഞാൽ നപുംസകങ്ങളായി സ്വീകരിക്കാൻ പാടില്ല. കാരണം എന്താണ് എക്സാമ്പിൾ പറഞ്ഞത്? ഇവിടെ ദേവഹ ദേവം, അതേപോലെ രാമഹ രാമം, കൃഷ്ണഹ കൃഷ്ണം എന്നിവ കണ്ടു കഴിഞ്ഞാൽ അത് ദ്വിതീയ വിഭക്തിയുടെ ഫോമാണ്. അവയെ നമുക്ക് നപുംസകമായിട്ട് സ്വീകരിക്കുവാൻ സാധ്യമല്ല. ഓക്കെ, അപ്പോൾ പുല്ലിംഗം എന്താണ്, സ്ത്രീലിംഗം എന്താണ്, നപുംസകലിംഗമാണ് എന്ന് ക്ലിയർ ആണല്ലോ. ഈ ഉള്ള ഉദാഹരണങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വ്യക്തമാകും. ഓക്കെ.